ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു ലെസണാണ് ദ മിസ്റ്റീരിയസ് പിക്ചർ. അതാണ് ലെസൻ്റെ പേര്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ കയറി കാണാം കേട്ടോ. അപ്പം ആ ഒരു 2 പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറിയിട്ട് 2 വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റോറിയുടെ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന സ്റ്റോറിയുടെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ടില്ലാണ്. അദ്ദേഹം ഒരു പെയിൻറ്ററാണ്. അങ്ങനെ അദ്ദേഹം ബാറ്റൻബർഗിലുള്ള ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിൽ എത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള വാചാലനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ മുൻപിൽ ഹാജരാവുകയും ആർച്ച് ഡ്യൂക്കിനോട് സംസാരിക്കുന്ന സമയം വളരെ കുലീനമായിട്ടും വാചാലനായിട്ടുമാണ് സംസാരിക്കുന്നത്. അപ്പം ഈ കൊട്ടാരം പെയിൻറ്റർ റീസെൻ്റായിട്ട് മരണപ്പെട്ട കാര്യം ടില്ലിനറിയാം. അപ്പം ടില്ല് ആ ഒരു ചെയർ ഇപ്പോൾ ഫ്രീ ആണെന്നറിയാമല്ലോ. അപ്പോൾ ടില്ലിന് ആ ഒരു പദവിയിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് ആർച്ച് ഡ്യൂക്കിനോട് അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആർച്ച് ഡ്യൂക്ക് നമ്മളുടെ ടില്ലിനെ അവിടുത്തെ കൊട്ടാരം പെയിൻറ്ററായിട്ട് നിയമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ ആർച്ച് ഡ്യൂക്കിന് ഒരു ഐഡിയ വരികയാണ്. ആർച്ച് ഡ്യൂക്കിൻ്റെ ചിത്രം അത് കൊട്ടാരം പെയിൻറ്ററിനെ കൊണ്ട്, അതായത് ടില്ലിനെ കൊണ്ട് വരപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ, ഡിസെൻഡൻസ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുകയും അതേപോലെ ഹിസ്റ്ററിയിൽ, അതായത് ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളുടെ ടില്ലിനോട് അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ടില്ല് പറയും അദ്ദേഹത്തിൻ്റെ സ്വന്തം, അതായത് ആർച്ച് ഡ്യൂക്കിൻ്റെ സ്വന്തം ചിത്രം വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും അദ്ദേഹം ഒരു ലോൺലി ആയിട്ട് ഒറ്റപ്പെട്ട പോലെ കാണപ്പെടുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലുള്ള ബാക്കി ആളുകളുണ്ടല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒന്നിച്ചൊരു പിക്ചർ വരയ്ക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർച്ച് ഡ്യൂക്ക് തനിച്ചാണ്, അല്ലെങ്കിൽ ലോൺലി ആയിട്ടുള്ളൊരു ഫീല് വരില്ല. സോ അതുകൊണ്ട് അങ്ങനെ വരച്ചാലോ എന്നൊരു ഐഡിയ ടില്ല് മുന്നോട്ട് വെക്കും. അപ്പം ആർച്ച് ഡ്യൂക്കിനും തോന്നും ഓക്കെ അതൊരു നല്ല ഐഡിയ ആണല്ലോ, അപ്പോൾ അങ്ങനെ വരയ്ക്കാമെന്ന് പറയും. അങ്ങനെ ആർച്ച് ഡ്യൂക്കിനോട് ടില്ല് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ചിത്രം വരയ്ക്കണമെങ്കിൽ എല്ലാവരെയും, അതായത് കോർട്ടിയേഴ്സിനെ എല്ലാവരെയും, കൊട്ടാരത്തിലുള്ള ആളുകളെ നേരിട്ട് കാണണമല്ലോ, കണ്ടാലല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നേരിട്ട് കാണണം എന്നുള്ള ആവശ്യം ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് പറയും. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ഓക്കെ എല്ലാവരെയും കാണാമെന്ന് പറയും. അങ്ങനെ എല്ലാവരും 1 by 1 ആയിട്ട് ടില്ലിനെ വന്ന് കാണുകയാണ്. അപ്പോൾ ഓരോരുത്തർ വരുന്ന സമയത്ത് ഓരോരുത്തരും പറയുന്നുണ്ട് അവരുടെ ചിത്രം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. അതായത് ഭംഗിക്ക് കുറവ് വരുത്തുന്ന എന്താണോ അവരുടെ ശരീരത്തിലുള്ളത് അത് ഒഴിവാക്കാനും അവരുടെ ഭംഗി കൂട്ടാൻ എന്താണോ ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാനും പറയുന്നുണ്ട്. എന്നിട്ട് മാക്സിമം നല്ല രീതിയിൽ ഭംഗിയുള്ള രീതിയിൽ വരയ്ക്കണമെന്ന് ഓരോരുത്തരും ഭീഷണിയുടെ രൂപത്തിലും അപേക്ഷയുടെ രൂപത്തിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി വരെ പലരും പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വീഡിയോ കാണാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആർച്ച് ഡ്യൂക്ക് നമ്മളുടെ ടില്ലിനെ വിളിപ്പിക്കും. എന്നിട്ട് ടില്ലിനോട് പറയും വരയ്ക്കുന്ന ചിത്രം പെർഫെക്റ്റ് ആയിരിക്കണം, ഓരോരുത്തരും എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ വരയ്ക്കണം. ഒരു ഗ്രേ ഹെയർ, അതായത് ഒരു നരച്ച മുടി പോലും മിസ് ചെയ്യാൻ പാടില്ല, ഒരു മറുക് പോലും മിസ് ചെയ്യാൻ പാടില്ല, അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം ചിത്രം എന്ന് ആര് പറയുന്നുണ്ട്? ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആർച്ച് ഡ്യൂക്ക് ടില്ലിനെ ഒരു പന്നിയെ കൊല്ലുന്നത് പോലെ കൊല്ലുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ടില്ലിന് മരണം ഉറപ്പാണ്. പെർഫെക്റ്റ് ആയിട്ട് പോർട്രേറ്റ് വരയ്ക്കുകയാണെങ്കിൽ, ഓരോരുത്തരും എങ്ങനെയാണോ ഉള്ളത് അതേപടി വരയ്ക്കുകയാണെങ്കിൽ കൊട്ടാരത്തിലുള്ള കോർട്ടിയേഴ്സ് മുഴുവൻ ടില്ലിനെ കൊല്ലും. ഇനി പെർഫെക്റ്റ് ആയിട്ട് വരച്ചിട്ടില്ല എങ്കിൽ അത് ആർച്ച് ഡ്യൂക്കിനെ നിന്ദിക്കുന്നതിന് സമമാണ്. അല്ലെങ്കിൽ ആർച്ച് ഡ്യൂക്ക് പറയുന്നത് അനുസരിക്കാതിരിക്കുകയാണല്ലോ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിലും മരണം ഉറപ്പാണ്. ഓക്കെ, സോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ടില്ല് സ്വയം വിചാരിക്കുകയാണ് വരയ്ക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം. അത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 11ാമത്തെ പാരഗ്രാഫ് മുതൽ നോക്കാം. The following day he asked the archduke for the hall where he was to paint the picture. അപ്പോൾ ഫോളോയിങ് ഡേ, അതായത് അടുത്ത ദിവസം തന്നെ ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് ചോദിക്കുകയാണ് ഏത് ഹാളിലാണ് ഞാൻ ചിത്രം വരയ്ക്കേണ്ടത്, ഏത് ഹാളാണ് എനിക്ക് വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കാൻ സജ്ജമാക്കിയിട്ടുള്ളത്, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഹി വാസ് ഷോൺ എ ലാർജ് റൂം വിത്ത് ബെയർ വാൾസ്. അപ്പം ടില്ലിന് ഒരു വലിയ റൂം കാണിച്ചു കൊടുത്തു. ലാർജ് റൂം വിത്ത് ബെയർ വാൾസ്. ബെയർ മീൻസ് ശൂന്യം, ഒന്നുമില്ലാത്ത വാൾസ്, ഒന്നുമില്ലാത്ത ചുവരുകളുള്ള
ഒരു വലിയ റൂം കാണിച്ചു കൊടുത്തു. ടിൽ ആസ്ക്ഡ് ഫോർ തിക്ക് കർട്ടൻസ് ടു ബി ഹങ് ഓൺ ദ വാൾസ്. അപ്പം ടില്ല് പിന്നെ എന്താണ് ചോദിക്കുന്നത്? തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള കർട്ടൻ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പെയിൻറ്റിങ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് വാളിൽ. ഓക്കെ, അത് നെക്സ്റ്റ് ലൈനിലും പറയുന്നുണ്ട്. ഹി വോണ്ടഡ് ഹിസ് പെയിൻറ്റിങ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഫ്ലൈസ് ആൻഡ് ദ ഡസ്റ്റ്. അപ്പോൾ എന്താണ്, ടില്ലിന് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് ഫ്ലൈസ്, അതായത് പാറ്റകൾ, പ്രാണികളിൽ നിന്നും അതുപോലെ ഡസ്റ്റ്, പൊടിയിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേർട്ടൻ ഇടുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്താണ്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഡസ്റ്റിൽ നിന്നും അതേപോലെ പ്രാണികളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഹി ഓൾസോ ആസ്ക്ഡ് ഫോർ 3 അസിസ്റ്റൻസ് ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിംഗ് കളേഴ്സ്. പിന്നീട് ടില്ല് ചോദിക്കുന്നത് 3 അസിസ്റ്റൻസിനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കളേഴ്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെയിൻറ്റ് ചെയ്യാനുള്ള കളേഴ്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ആർച്ച് ഡ്യൂക്ക് ഗേവ് ഹിം ഓൾ ദാറ്റ് ഹി ആസ്ക്ഡ് ഫോർ. അപ്പം ആർച്ച് ഡ്യൂക്ക് ടില്ല് ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവന് എത്തിച്ചു കൊടുക്കുന്നു. ഫോർ 30 days ടിൽ ആൻഡ് ഹിസ് അസിസ്റ്റൻസ് ഫീസ്റ്റഡ് ദംസെൽവ്സ് ഓൺ ദ ചോസിയസ്റ്റ് ഡിഷസ് ആൻഡ് ഡ്രാങ്ക് ദ ഫൈനസ്റ്റ് വൈൻസ്. എന്താണ് പറയുന്നത്? അടുത്ത 30 ദിവസം ടില്ലും അതേപോലെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും എന്താ ചെയ്തത്? ഫീസ്റ്റഡ് ദംസെൽവ്സ് ഓൺ ദ ചോസിയസ്റ്റ് ഡിഷസ് ആൻഡ് ഡ്രാങ്ക് ദ ഫൈനസ്റ്റ് വൈൻസ്. അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കുക, അതേപോലെ അവർക്ക് എന്താണ്, നല്ല നല്ല വൈൻസൊക്കെ കുടിച്ച്, വീഞ്ഞൊക്കെ കുടിച്ച് അവരിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അർമാദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഓൺ ദ 31st day the Archduke thrust his nose in through the door and said, "It is time that you finished the painting." അപ്പോൾ എന്താണ് പറയുന്നത്? ആർച്ച് ഡ്യൂക്ക് ത്രസ്റ്റ് ഹിസ് നോസ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്നൊക്കെയാണ് ഇഡിയത്തിൻ്റെ മീനിങ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആർച്ച് ഡ്യൂക്ക് ആ ഒരു ഡോറൊന്ന് തുറന്നിങ്ങനെ തലയിട്ട് നോക്കി എന്നുള്ളത് ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, ഇൻ ത്രൂ ദ ഡോർ ആൻഡ് സെറ്റ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇറ്റ് ഇസ് ടൈം ദാറ്റ് യു ഫിനിഷ്ഡ് ദ പെയിൻറ്റിങ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യാനുള്ള സമയം അതായിക്കഴിഞ്ഞു. ഐ ആം ഈഗർ ടു സീ ഇറ്റ്. ഞാൻ എന്താണ്, വളരെ ഉത്സാഹത്തോടു കൂടി ഇത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈസ് ഇറ്റ് റെഡി? പെയിൻറ്റിങ് റെഡി ആയോ എന്ന് ചോദിക്കുകയാണ് ആർച്ച് ഡ്യൂക്ക്. ടിൽ സെഡ് ദാറ്റ് ദ പിക്ചർ വാസ് ബീയിങ് കംപ്ലീറ്റഡ് ആൻഡ് ദാറ്റ് ഹി നീഡഡ് സം മോർ ഡേയ്സ് ടു ഫിനിഷ് ഇറ്റ്. അപ്പം ടിൽ എന്താ പറയുന്നത്? പിക്ചർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഹി നീഡഡ് സം മോർ ഡേയ്സ് ടു ഫിനിഷ് ഇറ്റ്. കുറച്ച് ദിവസം കൂടി വേണം ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു പെയിൻറ്റിങ്. എന്നിട്ട് ഇല്ല പറയുന്നു, ദ ആർച്ച് ഡ്യൂക്ക് റിപ്ലൈഡ് ദാറ്റ് ആസ് ലോങ് ആസ് ദ പെയിൻറ്റിങ് വാസ് പെർഫെക്റ്റ് ഇൻ എവറി വീക്ക് ഓർ 2 ഡിഡ് നോട്ട് മാറ്റർ ഹി സെറ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്? ആർച്ച് ഡ്യൂക്ക് മറുപടി പറയുകയാണ്, ഈ ഒരു പെയിൻറ്റിങ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ, ഒരു ഗ്രേ ഹെയർ പോലും മിസ്സാക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പെയിൻറ്റിങ് എല്ലാ ഡീറ്റെയിലോടും കൂടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഹി വാസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്, അതായത് ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതാണ് അല്ലേ. ദ ഡിലേ ഓഫ് എ വീക്ക് ഓർ 2 ഡിഡ് നോട്ട് മാറ്റർ ഹി സെറ്റ്. ഡിലേ മീൻസ് വൈകുക. അപ്പം 1-2 വീക്കൊന്നും വൈകിയാലും അതത്ര ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു ആര്? ആർച്ച് ഡ്യൂക്ക്. ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് കണ്ടിന്യൂഡ് ദെയർ മെറി മേക്കിംഗ് ഫോർ അനദർ ഫോർട്ട്നൈറ്റ്. ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ദിവസം എന്നുള്ളതാണ് കേട്ടോ മീനിങ് വരുന്നത്. അപ്പം ടില്ലിൻ്റെ കമ്പാനിയൻസും അസിസ്റ്റൻസും കൂടി എന്താണ് ചെയ്യുന്നത്? കണ്ടിന്യൂഡ് ദെയർ മെറി മേക്കിംഗ്. മെറി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ എന്താണ്, ഭക്ഷണം കഴിച്ചും അതുപോലെ വൈനൊക്കെ കുടിച്ചിങ്ങനെ ആഹ്ലാദിക്കുകയാണ്. അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ടില്ലും കമ്പാനിയൻസും എന്താ ചെയ്യുന്നത്? അവരിങ്ങനെ ചിത്രമൊന്നും വരയ്ക്കാതെ വെറുതെ ആഹാരം കഴിച്ചും കുടിച്ചും ഒക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ഫോർ അനദർ ഫോർട്ട്നൈറ്റ്, അടുത്ത 14 ദിവസത്തേക്ക് അവർ ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ചിത്രം വരയ്ക്കുന്നില്ല കേട്ടോ. ഓൺ ദ 45th day, അപ്പം 45ാമത്തെ ദിവസമായി. വൺസ് അഗെയിൻ ദ ആർച്ച് ഡ്യൂക്ക് പോക്ഡ് ഹിസ് നോസ് ഇൻ ത്രൂ ദ ഡോർ. അപ്പം ഒന്നുകൂടെ എന്താണ്, ആർച്ച് ഡ്യൂക്ക് വന്നിട്ട് ആ ഒരു ഡോറ്, ഇവർ ചിത്രം വരയ്ക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു റൂമിൻ്റെ ഹാളിൻ്റെ ഡോറ് വന്നിട്ട് തുറന്നിട്ട് ആർച്ച് ഡ്യൂക്ക് നോക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഈസൻറ്റ് ഇറ്റ് ടൈം ദാറ്റ് ദ പിക്ചർ വാസ് കംപ്ലീറ്റഡ്. ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ആവാനുള്ള സമയമായോ? ഹി ആസ്ഡ്, ആർച്ച് ഡ്യൂക്ക് ചോദിക്കുകയാണ്.
Till said that the portrait was being given the finishing touch. അപ്പോൾ എന്താ ടില്ല് മറുപടി പറഞ്ഞത്, ഈ ഒരു പോർട്രേറ്റിൻ്റെ ഫിനിഷിംഗ് ടച്ചിലാണ്, അതായത് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്, അവസാനത്തെ ഘട്ടത്തിലേക്ക് ഇങ്ങനെ ഘട്ടത്തിലെത്തി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ഹി ബാക്ക്ഡ് ഫോർ സം മോർ ടൈം. അപ്പം ടില്ല് കുറച്ച് സമയം കൂടി വേണമെന്ന് ഇങ്ങനെ യാചിക്കുകയാണ്. ദ ആർച്ച് ഡ്യൂക്ക് സെഡ് ദാറ്റ് ഹിസ് ഡിലേ ഡിഡ് നോട്ട് മാറ്റർ സോ ലോങ് ആസ് ഹി ഡിഡ് ആൻ എക്സലൻറ്റ് ജോബ്. അപ്പോൾ ഈ ഒരു ഡിലേ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല, കാരണം അത്രയും എക്സലൻ്റ് ആയിട്ടുള്ള ജോബാണ് താൻ ചെയ്യുന്നതെങ്കിൽ, അതായത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സലൻ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്ചറാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിലേ അത്ര പ്രശ്നമില്ല എന്ന് ആര് പറയാണ്, ആർച്ച് ഡ്യൂക്ക് പറയുകയാണ്. ബട്ട് ഹി ആഡഡ്, പക്ഷേ അദ്ദേഹം കൂട്ടിച്ചേർത്തു, എന്താണ്, യു ഷുഡ് എയ്തർ കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days ഓർ യു ഷുഡ് ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ. എന്താ പറയുന്നത്, ഒന്നെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ഈ ഒരു പിക്ചറിൻ്റെ എല്ലാം ഫിനിഷ് ചെയ്യുക, പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം അതിൻ്റെ വർക്ക് ചെയ്ത് തീർക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു പിക്ചർ എന്നെ കാണിക്കുക എന്ന് ആര് പറയും, ആർച്ച് ഡ്യൂക്ക് പറയും. അപ്പോൾ ടിൽ എന്താ പറയുക, ടിൽ പ്രോമിസ്ഡ് ടു കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days. അപ്പം ടിൽ പ്രോമിസ് കൊടുക്കുകയാണ്, ഇല്ല ഞാൻ ഉറപ്പായിട്ട് 15 ദിവസത്തിനുള്ളിൽ ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. സെയിങ് ദാറ്റ് ഓൺലി എ ഫ്യൂ മൈനർ ഡീറ്റെയിൽസ് റിമൈൻഡ് ടു ബി ഫിൽഡ് ഇൻ. കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ, മൈനറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ, അതും കൂടെ ഒന്ന് ചെയ്ത് തീർക്കണം, ഫില്ല് ചെയ്ത് തീർക്കണം എന്ന് പറയാണ്. ഷുഡ് യുവർ ലോർഡ്ഷിപ്പ് സീ ദ പെയിൻറ്റിങ് നൗ യു വുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്, ഹി സെറ്റ്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് അൺഫിനിഷ്ഡ് ആണ് അല്ലേ, പൂർത്തിയാവാത്തൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പം ഇപ്പം അങ്ങൊന്ന് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല എന്ന് പറയാണ് ആര്, ടില്ല്. ഓക്കെ. ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് എൻജോയ്ഡ് ദംസെൽസ് ഫോർ യെറ്റ് അനദർ ഫോർട്ട്നൈറ്റ്. അപ്പം ടില്ലും അതേപോലെ അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസ്, അതായത് അസിസ്റ്റൻസും പിന്നെ എന്ത് ചെയ്യുകയാണ്, എൻജോയ്ഡ് ദംസെൽഫ് ഫോർ യെറ്റ് അനദർ ഫോർട്ട്നൈറ്റ്. അടുത്ത 14 ദിവസം കൂടെ ഇവരിങ്ങനെ തന്നെ എൻജോയ് ചെയ്ത് പോവുകയാണ്, ചിത്രമൊന്നും വരയ്ക്കാതെ അവർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചും അതേപോലെ വീഞ്ഞൊക്കെ കുടിച്ചും ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഓൺ ദ 60th morning, അപ്പോൾ എന്താണ് അടുത്ത 60ാമത്തെ ദിവസം, the archduke forced his way into the room and said, I must see the picture at once. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് ആ ഒരു റൂമിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിതനായി. അങ്ങനെ എന്നിട്ട് പറയുകയാണ്, ഐ മസ്റ്റ് സീ ദ പിക്ചർ അറ്റ് വൺസ്, എനിക്ക് ഈ ഒരു പിക്ചർ കാണണമെന്ന് പറയുകയാണ്. വേർ ഇസ് ദ പിക്ചർ, എവിടെയാണ് ആ ചിത്രം ഉള്ളത്, ഡ്രോ ദോസ് കർട്ടൻസ് അപ്പാർട്ട്. അപ്പം എന്താ പറയുന്നത്, ആ ഒരു കർട്ടൻ ഉണ്ടല്ലോ, ആ കർട്ടൻ പിക്ചർ, അതായത് ചിത്രം വരച്ചിരിക്കുന്നത് കാണാത്ത രീതിയിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കർട്ടൻസ് അങ്ങോട്ട് വലിക്കാൻ പറയുകയാണ്, എങ്കിൽ മാത്രമാണല്ലോ പെയിൻറ്റിങ് വോളിലുള്ളത് കാണുക. ഓക്കെ. ദ പിക്ചർ ഇസ് റെഡി മൈ ലോർഡ് അനൗൺസ്ഡ് ടിൽ. അപ്പോൾ ടില്ല് പറയുകയാണ്, പിക്ചർ റെഡിയാണ്. ദെൻ വൈ ഡോണ്ട് യു ഡ്രോ ദ കർട്ടൻസ്, പിന്നെ എന്തുകൊണ്ടാണ് ആ കർട്ടൻസ് വലിക്കാത്തത്, പിക്ചർ കാണാൻ വേണ്ടിയിട്ട് സെറ്റായതാണല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് ആ ഒരു കർട്ടൻ അവിടെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. വാട്ട് ഇസ് ദ മാറ്റർ, ദ ആർച്ച് ഡ്യൂക്ക് ആസ്ക്ഡ്. എന്താണ് പ്രശ്നം, ആർച്ച് ഡ്യൂക്ക് ചോദിച്ചു. ഐ വോണ്ട് യു ടു ഗ്രാൻഡ് മീ വൺ ലാസ്റ്റ് ഫേവർ സെറ്റ് ടിൽ. അപ്പം ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് പറയുകയാണ്, എനിക്ക് അവസാനമായിട്ട് ഒരു സഹായം, ഫേവർ കൂടി ചെയ്തു തരണം. പ്ലീസ് ഓർഡർ ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദിസ് റൂം. അപ്പം എല്ലാ കോർട്ടിയേഴ്സിനെയും, കൊട്ടാരത്തിലുള്ള ആളുകളെയും ഈ റൂമിൽ വന്നിട്ട് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിടണം എന്ന് പറയാണ്. വെൻ ദേ ആർ ഹിയർ ഐ വോണ്ട് ടു സേ എ ഫ്യൂ വേർഡ്സ് ടു ദം ആൻഡ് ദെൻ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്. അപ്പം വെൻ ദേ ആർ ഹിയർ, അപ്പോൾ എല്ലാവരും ഇവിടെ അസംബിൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഐ വോണ്ട് ടു സേ എ ഫ്യൂ വേർഡ്സ് ടു ദം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് പറയാനുണ്ട്. ആൻഡ് ദെൻ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ഈ കർട്ടൻസ് വലിക്കുമെന്ന് പറയുകയാണ്. ഓക്കെ. ദ ആർച്ച് ഡ്യൂക്ക് ഓർഡേർഡ് ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദ ഹാൾ. അപ്പം ആർച്ച് ഡ്യൂക്ക് ഓർഡർ ചെയ്യുകയാണ് എല്ലാ കോർട്ടിയേഴ്സിനെയും, കൊട്ടാരത്തിലുള്ള എല്ലാവരെയും ഈ ഒരു ഹാളിൽ അസംബിൾ ചെയ്യാനായിട്ട്. ടിൽ അഡ്രസ്ഡ് ദം മൈ ലോർഡ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ദ പിക്ചർ ഇസ് റെഡി. അപ്പം ടിൽ എല്ലാവരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ ഒരു പിക്ചർ റെഡി ആയിട്ടുണ്ടെന്ന്. യു വിൽ നൗ ബി ഏബിൾ ആസ് ഐ ഡ്രോ ദ കർട്ടൻസ് ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്. അപ്പം
എന്താണ് ഞാൻ ഈ ഒരു കർട്ടൻ അത് വലിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ പറ്റും ഞാൻ എത്രമാത്രം എന്താണ് നന്നായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വർക്കിനെ അഡ്മയർ ചെയ്യുക മീൻസ് ആരാധിക്കുക അല്ലെങ്കിൽ ഇവിടെ പ്രൈസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ബട്ട് ഐ മസ്റ്റ് വാൺ യു ദാറ്റ് ദർ ഇസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. പക്ഷേ ഞാൻ നിങ്ങളെ വാൺ ചെയ്യുകയാണ്, ഈ ഒരു പിക്ചറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യം. Only those among you who have noble blood in your veins will be able to see this painting. എന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ നോബിൾ ബ്ലഡ്, അതായത് രാജകീയ രക്തം ആരുടെയൊക്കെ സിരയിലൂടെയാണോ ഓടുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു പെയിൻറ്റിങ് കാണാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് പറയും. അതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ആരും ഞാൻ കാണുന്നില്ല അവിടെ പെയിൻറ്റിങ് ഇല്ല എന്ന് പറയാൻ സാധ്യതയില്ല. കാരണം എന്താണ്, രാജകീയ രക്തം എന്ന് പറയുന്നത് അവരുടെ എന്താണ് കുടുംബത്തിൻ്റെ മഹിമയൊക്കെ കാണിക്കുന്ന കാര്യമാണ്. അപ്പം കാണുന്നില്ല അല്ലെങ്കിൽ പെയിൻറ്റിങ് കാണുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവരുടെ എന്താണ് കുടുംബ മഹിമയെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിട്ട് മാറും ആ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. All the rest, whatever their rank or position, will see nothing but a blank wall. അപ്പം ബാക്കിയുള്ള ആളുകൾ അവരുടെ എന്താണ് പൊസിഷൻ, അവർ ഏത് പദവിയാണോ അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കൊന്നും എന്താണ് എത്ര വലിയ പദവിയിലിരിക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും അവർക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള വോൾസ് മാത്രമേ കാണാൻ പറ്റൂ. അവരുടെ ശരീരത്തിലൂടെ നോബിൾ ബ്ലഡ് അല്ല ഒഴുകുന്നത് എങ്കിൽ. ഓക്കെ, നൗ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ് ടിൽ ഫ്ലങ് ദ കർട്ടൻസ് അസൈഡ്. അപ്പം എന്താണ്, ഞാൻ ഈ ഒരു കർട്ടൻസ് വലിക്കാൻ പോവാണ്. അങ്ങനെ ടില്ല് ആ ഒരു കർട്ടൻ അങ്ങോട്ട് വലിച്ചു മാറ്റി. ദ കോർട്ടിയേഴ്സ് ഔട്ട്ഡിഡ് വൺ അനദർ ഇൻ ഷോയിങ് ദെയർ അഡ്മിറേഷൻ ഫോർ ദ പിക്ചർ. അപ്പം കോർട്ടിയേഴ്സ് എന്താണ്, ഔട്ട്ഡിഡ് മീൻസ് മറികടന്ന് വരികയാണ് കേട്ടോ. വൺ അനദർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എന്താണ് ആ ഒരു പിക്ചറിനെ അഡ്മയർ ചെയ്യുക, ആരാധിച്ചുകൊണ്ട് പ്രൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അവരുടെ ആ ഒരു അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്യുകയാണ് ആ ഒരു പിക്ചറിനോടുള്ള ആരാധന. ദേ പ്രൈസ്ഡ് ടിൽ ഫോർ ഹർ സ്പ്ലെൻഡഡ് പെയിൻറ്റിങ്. സ്പ്ലെൻഡഡ് മീൻസ് ഗംഭീരമായിട്ടുള്ള ആ ഒരു പെയിൻറ്റിങ്ങിനെ എന്താണ് ടില്ലിനെ ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ദേ റിമാർക്ക്ഡ് ഹൗ നാച്ചുറൽ ഈച്ച് വൺ ഓഫ് ദം ലുക്ക്ഡ് ഇൻ ദ പിക്ചർ ആൻഡ് ഈഗർലി പോയിൻറ്റഡ് ഔട്ട് ദെയർ ഫ്രണ്ട്സ് ആൻഡ് അക്വൈൻറ്റൻസസ്. എന്താണ് പറയുന്നത്? അപ്പോൾ റിമാർക്ക്ഡ് മീൻസ് അവരുടെ അഭിപ്രായം പറയുക. അപ്പോൾ അവർ അഭിപ്രായപ്പെടുകയാണ് ഓരോരുത്തരും എത്ര നാച്ചുറലായിട്ടാണ് ഓരോരുത്തരെയും കാണാനുള്ളത് ഈ ഒരു പിക്ചറിൽ. അതേപോലെ ആൻഡ് ഈഗർലി പോയിൻറ്റഡ് ഔട്ട്. ഈഗർലി മീൻസ് വളരെ എന്താണ് ആഗ്രഹത്തോട് കൂടിയിട്ട് അവരിങ്ങനെ അവരുടെ ഫ്രണ്ട്സിനെയും അതേപോലെ അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയക്കാർ, അവരെയൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അവരൊക്കെ എത്രമാത്രം നാച്ചുറലായിട്ടാണ് ചിത്രത്തിൽ വരച്ചിട്ടുള്ളതെന്ന്. ഓൾ ഓഫ് എ സഡൻ ദ ഡ്യൂക്സ് ജസ്റ്റർ ലെഫ്റ്റ് ഇൻ ടു ദ എയർ ആൻഡ് ഷൗട്ടഡ്. അപ്പം ഡ്യൂക്കിൻ്റെ ജസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദൂഷകൻ അല്ലെങ്കിൽ ഫൂൾ എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ഡ്യൂക്കിൻ്റെ ജസ്റ്റർ അതായത് ഫൂൾ വിദൂഷകൻ പെട്ടെന്ന് ഇങ്ങനെ എയറിലേക്ക് എന്താണ് ലെഫ്റ്റ് മീൻസ് ചാടി വന്നു എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് എന്താ പറഞ്ഞത്? ആൻഡ് ഷൗട്ടഡ് ഓൾ ഓഫ് യു നോ ദാറ്റ് ഐ എം എ ഫൂൾ ആൻഡ് ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻ. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ നീല രക്തം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബ്ലൂ ബ്ലഡ് കൊണ്ട് രാജകീയ രക്തം എന്നാണ്. അപ്പം എന്താണ് നമ്മുടെ ഫൂൾ മീൻസ് ഇവിടെ എന്താണ് ജസ്റ്ററാണ് കേട്ടോ. ജസ്റ്റർ പറയാണ് ഓൾ ഓഫ് യു നോ ദാറ്റ് ഐ എം എ ഫൂൾ. എല്ലാവർക്കും അറിയാം ഞാനൊരു ഫൂളാണ്. ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻസ്. ഇല്ല, അതേപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ എന്താണ് ബ്ലൂ ബ്ലഡ് ഇല്ല, അതായത് രാജകീയ രക്തമല്ല എന്ന് പറയാണ്. ഐ ക്യാൻ സീ നോ പിക്ചർ ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താണ് കാണാൻ പറ്റുന്നത്? ആകെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ചുവര് മാത്രമാണ് കാണാൻ പറ്റുന്നത് എന്ന് പറയുകയാണ് ആര്? ജസ്റ്റർ. അപ്പോൾ ഇവിടെ ഏറ്റവും ലോ റാങ്കിലുള്ള ഒരു ആളാണ് ഇവിടെ ജസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റർ എന്താണ് സത്യം തുറന്ന് പറയുകയാണ് അല്ലേ. ശരിക്കും ഇവിടെ ജസ്റ്ററാണ് ടില്ല് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
ബിക്കോസ് എന്താണ്, ബാക്കിയുള്ള ആരും മിണ്ടാതിരിക്കുകയാണ് അല്ലേ, അവരൊന്നും വോളിൽ കാണുന്നൊന്നുമില്ല പെയിൻറ്റിങ്സ് ഒന്നും. പക്ഷേ അവർ ആ ഒരു പിക്ചർ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ടില്ലിനെ പുകഴ്ത്തുന്നു. ആ ഒരു പിക്ചറിൽ ചൂണ്ടിക്കാണിച്ച് എന്താണ് ഫ്രണ്ട്സിനെയും അക്വൈൻറ്റൻസിനെയൊക്കെ കാണുന്നുണ്ടെന്ന് പറയുന്നു. അവർ ആ ഒരു പിക്ചറിനെ ഇങ്ങനെ വളരെയധികം അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിക്ചറൊന്നും അവർ കാണുന്നില്ല. പക്ഷേ പരസ്പരം എന്താണ്, അവർ നോബിൾ അല്ല എന്നുള്ളത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്താണ്, ഓൾ ഓഫ് എ സഡൻ ആര് വന്നു, ജസ്റ്റർ വരികയാണ്, എന്നിട്ട് സത്യം തുറന്നു പറയുകയാണ്. അപ്പം എന്താണ്, ശരിക്കും ഫൂളായിട്ടുള്ള ഒരു ആൾ ഇവിടെ എന്താണ് ബുദ്ധിമാനായിട്ട് നമ്മൾ കാണപ്പെടുകയാണ് അല്ലേ. When fools begin to talk, observe it till it is time for wise men to walk. അപ്പം എന്താണ്, ടില്ല് പറയാണ്, when fools begin to talk, വിഡ്ഢികളായിട്ടുള്ള ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇറ്റ് ഇസ് ടൈം ഫോർ വൈസ് മെൻ ടു വർക്ക്. ഇത് വൈസ്മാൻമാർക്ക് നടന്ന് മാറാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറയാണ്. ഹി കാംലി സ്ട്രോഡ് ഔട്ട് ഓഫ് ദ ഹാൾ ആൻഡ് റോഡ് അവേ ഓൺ ഹിസ് ഡോങ്കി. അപ്പം എന്താണ്, നമ്മളുടെ ടില്ല് ഒന്നും സംസാരിക്കാതെ കാമായിട്ട് ആ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ആൻഡ് റോഡ് അവേ ഓൺ ഹിസ് ഡോങ്കി. അപ്പോൾ എന്താണ്, ടില്ല് അദ്ദേഹത്തിൻ്റെ കഴുതയുടെ പുറത്ത് കയറിയിട്ട് വീണ്ടും യാത്ര ചെയ്തു. ദ ഫെദർ ഇൻ ഹിസ് ക്യാപ്പ് ഡാൻസ്ഡ് ഇൻ ദ ജെൻറ്റൽ ബ്രീസ്. അപ്പം ഒരു ക്യാപ്പിലുള്ള തൂവലുകൾ അത് എന്താണ് ഇളങ്കാറ്റിൽ അങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ടില്ല് എന്താണ് കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്തും ആ ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ഫെദേഴ്സ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രീസിൽ നിന്ന്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. തിരിച്ചു പോകുമ്പോഴും എന്താണ്, ആ ഒരു ക്യാപ്പിലുള്ള ഫെദേഴ്സ് ഇങ്ങനെ നല്ല ഇളം കാറ്റിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.